പ്രവചനാതീതമായ ദുരന്തങ്ങൾക്ക് വഴിവെക്കുമെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപാതയ്ക്കെതിരെ നിലപാടെടുത്തതെന്ന് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി പ്രസിഡന്റ് എൻ ബാദുഷ. കോടതിയിൽ തിരിച്ചടി നേരിട്ടെങ്കിലും പോരാട്ടം തുടരുമെന്നും അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കള്ളാടി ആനക്കാംപൊയിൽ തുരങ്കപാതയുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ അതിനെതിരെ എതിർവാദം ഉന്നയിച്ച ആദ്യം ഹൈക്കോടതിയെയും പിന്നീട് സുപ്രീം കോടതിയെയും വരെ സമീപിച്ചത് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി എന്ന സംഘടനയാണ്. ഏതാണ്ട് 80കളുടെ തുടക്കം മുതൽ പരിസ്ഥിതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി. അതിന്റെ പ്രസിഡന്റ് എൻ ബാദുഷയാണ് എന്നോടൊപ്പം ചേരുന്നത്. ഇങ്ങനെയുള്ളതായ ഒരു പ്രദേശത്ത് പ്രത്യേകിച്ച് സമീപകാലത്തായിട്ട് ഞാൻ തന്നെ ദൃക്സാക്ഷിയായിട്ടുള്ള ഒരു 4-5 ഉരുൾപൊട്ടലുകൾ ആ പ്രദേശത്തുണ്ടായിട്ടുണ്ട്. മാതൃഭൂമിയിലുണ്ടായിരുന്ന ജയചന്ദ്രനും ഞാനും കൂടിയാണ് 84 അവിടെ നടന്നിട്ടുള്ള ഭീകരമായ മുണ്ടക്കൈ ദുരന്തത്തിൽ 30ഓളം ആദിവാസികൾ മരിച്ച ഇത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. അന്ന് തുടങ്ങി ആ പ്രദേശത്തെക്കുറിച്ച് എനിക്കറിയാം. അതിന് തൊട്ടടുത്ത് ഇതുപോലുള്ളതായ ഒരു തുരങ്കപാത ഉണ്ടാവുന്നത് എന്തെങ്കിലും പ്രയോജനം വയനാടിനുണ്ടോ എന്ന് വെച്ചാൽ ഒന്നുമില്ല. വയനാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗതാഗത തടസ്സത്തിന് ഒരു പരിഹാരമാവും എന്നുള്ളത് ഈ തുരങ്കം ഒരു വിധത്തിലും ഗതാഗത പ്രശ്നത്തിന് അല്ലെ തടസ്സത്തിന് ഒരു പരിഹാരമാവില്ല. മേപ്പാടിയിൽ നിന്ന് ആനക്കാംപൊയിൽ വരെയുള്ള ദൂരം മാത്രമാണ് കുറയാന്നൊക്കെ ഇപ്പോഴാണ് ആളുകൾ അതിനെക്കുറിച്ച് പറയുന്നത്. അന്ന് കോഴിക്കോട് കൽപ്പറ്റ ദൂരം കുറയുന്ന പറഞ്ഞിരുന്നത്, അതൊരു തരത്തിലും കുറയില്ല. അതെ. മാത്രമല്ല മേപ്പാടിയിൽ നിന്ന് 400 മീറ്റർ താഴോട്ട് ഇറങ്ങിയിട്ട് ആനക്കാംപൊയിലെത്തി 400 മീറ്റർ പിന്നെയും താഴോട്ട് ഇറങ്ങാം. 2 ചുരങ്ങൾ ഇറങ്ങിയിട്ട് അതിന്റെ നടുക്കാണ് ഈ തുരങ്കം. അപ്പോൾ അതുകൊണ്ട് വയനാടിന്റെ ടൂറിസത്തിനോ വയനാടിന്റെ വികസനത്തിനോ വയനാടിന്റെ ജനങ്ങൾക്ക് ഒരു വിധത്തിലും പ്രയോജനം ചെയ്യാത്ത ഈ ടണല് നമ്മുടെ അനുഭവങ്ങൾ വിളിച്ചുകൊണ്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നിരന്തരമായ ലാൻഡ് സ്ലൈഡിന്റെയും പശ്ചാത്തലത്തിൽ അതൊരു വലിയ ദുരന്തമാകുമെന്നുള്ളതിനാൽ അതിനെ വയനാട് സമിതി ശാസ്ത്രജ്ഞരും വിദഗ്ധരുമായി അന്വേഷിച്ച് നിരന്തരം അവരുമായിട്ട് ഞങ്ങൾ സംവദിച്ചതിന് ശേഷമാണ് അതിനെതിരായുള്ള ഒരു നിലപാടെടുത്ത്. വളരെ തെറ്റായ വിവരങ്ങൾ നൽകിക്കൊണ്ടാണ് MOEF-ൽ നിന്ന് സമ്മർദ്ദങ്ങൾ ചെലുത്തിയാണ് അവരിതിന്റെ ക്ലിയറൻസ് വാങ്ങിയെടുത്തതെന്നുള്ളത് സത്യമാണ്. വളരെ കോൺഫിഡൻസോടുകൂടിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ ഹൈക്കോടതി അത് നിഷ്കരണം തള്ളിക്കളഞ്ഞു. അതിന്റെ പിന്നിൽ മറ്റെന്തോ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിനെതിരായിട്ട് അപ്പീൽ കൊടുത്തത് അതിനേക്കാൾ വിചിത്രമാണ്. ഡൽഹിയിലുള്ള വലിയ സീനിയറായിട്ടുള്ള ഹരീഷ് ദാൽവയെ പോലെയുള്ള അനിൽ ദിവാനെ പോലുള്ളതായ ആൾക്കാരാണ് ഞങ്ങൾക്ക് വേണ്ടി കോടതിയിൽ അപ്പിയർ ചെയ്തത്. എന്നിട്ട് പോലും സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് കേരളത്തിന്റെ ലൈഫ് ലൈൻ ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയാണ് ചെയ്തത്. ദിലീപ് കോൺ എന്ന് പറയുന്നതായ കൺസ്ട്രക്ഷൻ കമ്പനി ഇന്ത്യയിലെ ഏറ്റവും കുപ്രസിദ്ധമായ കർണാടകമടക്കമുള്ളതായ സംസ്ഥാനങ്ങളിൽ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ നിലവിലുള്ള ഭരണകക്ഷിയിൽ അപാരമായ സ്വാധീനമുള്ളതായ ഒരു കമ്പനിയാണ്. ഈ ദുരന്തം ഒരു ചെറിയ സൂചന മാത്രമാണ്. ഇതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ കേൾക്കാനിരിക്കുന്ന വാർത്തകൾ, നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാനിരിക്കുന്ന വാർത്തകൾ അതിഭയാനകമായിരിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ തോൽക്കുന്നതുമായാണെങ്കിൽ പോലും അതിന്റെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.